പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ, നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ, ഓർപ്പിച്ചുണർത്തുവാൻ കർത്താവ് എനിക്ക് തരുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷ നിമിഷങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും സ്നേഹപുരസ്സരം ഞാൻ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. സസന്തോഷത്തോടെ, ഒത്തിരി ചാരിതാർത്ഥ്യത്തോടെ, ഹൃദയ നിറവോടെ എനിക്ക് ലഭിക്കുന്ന ഈ അല്പസമയ വചന ശുശ്രൂഷ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളിൽ ചിലരെ കർത്താവിൽ ധന്യരാക്കാൻ, ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, ഉപദേശിക്കുവാൻ, നേരാവണ്ണം നേർവഴി കാണിക്കാൻ എനിക്ക് തരുന്ന അവസരമാണ് ഇത് എന്നുള്ള പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഞാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പകർന്നു തരാൻ ഒരുങ്ങുകയാണ്. അതിന് കാരണഭൂതനായ കർത്താവിന് ഒത്തിരി സ്തുതിയും മഹത്വവും പുകഴ്ചയും ആരാധനയും എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് അർപ്പിച്ചുകൊണ്ട് ദൈവം ചെയ്യുന്ന ഈ അവസരത്തിന് കർത്താവിനോട് എത്ര കടപ്പാടുണ്ട് എന്നെനിക്ക് ഒത്തിരി ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നെയും ഹൃദയത്തിൽ നിന്ന് നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ തിരുവഴുത്തിലേക്ക് വരട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം 27-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യമാണ്. 27-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. ആ വാക്യം: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഒരു മനുഷ്യൻ തന്നെത്താനിരുന്ന് പറയുക, എന്താ പറയുന്നേ? ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് മനുഷ്യരെ സംബന്ധിച്ച് എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. അങ്ങനെയാണല്ലോ നമ്മളീ പലരും. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്, എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. ഒരുപാട് വേദപുസ്തകത്തിന് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുടെ അകത്ത് പോലും കിടക്കുന്ന വിശ്വാസം ആഴമായി കുത്തിപ്പൊളിച്ച് പരിശോധിച്ചാൽ അതിനകത്ത് കിടക്കുന്ന മൗഢ്യത, അതിനകത്ത് കിടക്കുന്ന സത്യസന്ധതയില്ലായ്മ, എത്രയോ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റൂ. അതൊക്കെ പരിശോധിക്കാൻ നാം നന്നായിട്ട് ദൈവസന്നിധിയിൽ മെനക്കെടണം. നമ്മുടെ വിശ്വാസം ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് നാം ഒന്ന് പരിശോധിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. ധന്യനായ പൗലോസ്ലീഹ കർത്താവിൻ്റെ കൂടെ നടന്ന ഒരു അപ്പോസ്തലനല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരെ പോലെ കൂടെ നടന്ന് യേശുവിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു അപ്പോസ്തലനല്ലായിരുന്നു. വെളിപ്പാടുകളായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. ദൈവമായ കർത്താവിൽ നിന്ന് അദ്ദേഹം നേരിട്ട് പ്രാപിച്ചു. ആ പ്രാപിച്ചതുകൊണ്ട് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ വളരെ ശക്തമത്തായ നിലവാരത്തിൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളൊക്കെ അതിനുതകുന്നതായിരുന്നു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഗലാത്യലേഖനത്തിലോ മറ്റോ വായിച്ചിരിക്കുന്നൊരു ഭാഗമുണ്ട്. ഒരിക്കൽ അദ്ദേഹം യെരുശലേമിൽ ചെന്നു. യെരുശലേമിൽ ചെന്നിട്ട് മുഖ്യധാര അപ്പോസ്തലന്മാർ അഥവാ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് തുടങ്ങിയ ശ്രേഷ്ഠ നിരയിലെ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ, അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അവരെ ചെന്ന് കണ്ടു. അവരെ ചെന്ന് കണ്ടിട്ട് അവരോട് ചോദിച്ചു, ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ വിശ്വാസം ഇന്നതാണ്, ഞാനതാണ് അവരോട് പറയുന്നത്. എൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, സത്യമായിട്ടും ഞാനീ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളീ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, കർത്താവിന് പ്രിയനായിരുന്നവൻ, കർത്താവ് നേരിട്ട് മാനസാന്തരത്തിലേക്ക് നയിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, 14ഓളം ലേഖനങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ വെളിപ്പാടിൽ പ്രാപിച്ച് തിരുസഭയ്ക്ക് എഴുതിത്തന്ന ഈ മഹാരഥൻ, അപ്പോസ്തോലിക നിരയിലെ സമർത്ഥന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ അടുക്ക് ചെന്നിട്ട് ചോദിച്ചത്രേ, ഞാൻ വിശ്വസിക്കുന്ന ഈ സത്യങ്ങൾ ഇത് തന്നെയല്ലേ സത്യം? അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്, ഇതല്ലേ സത്യം എന്ന് അവരോട് ചോദിച്ചു. എത്ര ഹംബിൾ മാൻ, എത്ര താഴ്മയുള്ള മനുഷ്യൻ. നമുക്കാർക്കെങ്കിലും ചില വെളിച്ചം കിട്ടിയാൽ പിന്നെ നമ്മൾ പറയുന്നത്, ബാക്കിയുള്ളവർ പറഞ്ഞത്, ഇന്നലകളിൽ ഇവിടെ വന്ന് വിശുദ്ധിയോടെ ജീവിച്ച് ചെരുപ്പിടാത്ത കാലുകൊണ്ട് ഒറ്റമുണ്ട് ഉടുത്ത് ഈ നാട്ടിലൂടെ പച്ചവെള്ളം മാത്രം കുടിച്ച് പ്രസംഗിച്ച് നടന്നവരെല്ലാം ഭോഷന്മാരാണെന്നും ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്നും പറയുന്ന എത്രയോ പേര് ഈ പുത്തൻ തലമുറയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ആ പഴമക്കാരോട് ചോദിച്ചത് കേട്ടോ? കർത്താവിനെ മുഖാമുഖം കണ്ടവരോട് ചോദിച്ചത് കേട്ടോ? ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണോ? ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളോടും പറയാം, നമ്മൾ പിടിച്ച മുയലിന് 2 കൊമ്പെന്നും പറഞ്ഞിരിക്കാതെ
നമ്മൾ ഈ വിശ്വസിക്കുന്ന കാര്യത്തിനകത്തെല്ലാം വേദപുസ്തക അടിസ്ഥാനമുണ്ടോ, തിരുവെഴുത്തിൽ അതിന് സ്ഥാനമുണ്ടോ എന്ന് ആരായുന്നതും അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാകട്ടോ. ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അത് പറഞ്ഞതേ ഉള്ളൂ. അതല്ല ഇന്നത്തെ ദൂത്. എന്തും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്തിൽ. നമ്മുടെ ഭരണഘടനയെ പോലും അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്തും വിശ്വസിക്കുന്നു എന്നതല്ല വിഷയം. ഇവിടെ ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്. ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു പോളിസി പറയുക, ഒരു തത്വം പറയുക. എന്താണ് തത്വം? കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇത്ര വലിയ ദൈവത്തെ, ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന് സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗമാക്കി വിശ്വസ്തയോടെ ദൈവമായ കർത്താവ് നമ്മെ സേവ് ചെയ്ത് ചേർത്ത് പിടിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി ജീവിക്കുന്ന നമ്മൾ എന്ത് വിശ്വസിക്കണം എന്നതല്ല ഈ വാക്യം സൂചിപ്പിക്കുന്നത്. എന്ത് വിശ്വസിക്കണം? ജീവനുള്ളവരുടെ ദേശത്ത് എന്നുദ്ദേശിച്ചത് എന്താ? ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഈ ജീവനുള്ളവരുടെ ദേശം വേദപുസ്തകത്തിൻ്റെ പര്യായ പദങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പര്യായ പദങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ. അപ്പോൾ ജീവനുള്ളവരുടെ ദേശം എന്നിവിടെ പറയപ്പെട്ടിരിക്കുന്നത് ഈ ലോകം, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ തലമുറയിലെ അപ്പനും അമ്മയും മക്കളും നമ്മുടെ ശത്രുക്കളും മിത്രങ്ങളും ബന്ധുക്കളും എതിർക്കുന്നവരും അസൂയക്കാരും കുറ്റം പറയുന്നവരും നമ്മളെ വിമർശിക്കുന്നവരും നമ്മളോട് അനുകൂലമുള്ളവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇവരെല്ലാം കൂടി ജീവിച്ചിരിക്കുന്ന ഈ ലോകം, ഈ ജീവിതം, ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ വെച്ച് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കണം. ഇല്ലെങ്കിൽ അയ്യോ കഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താ? ഇത്രയേ ഉള്ളൂ. ഒരു കൊല്ലം നമ്മൾ സ്കൂളിൽ പഠിക്കുക, 10ൽ പഠിക്കുന്നൊരു കൊച്ചൻ 10-12 സിലബസുകൾ പഠിക്കുക അല്ലേ, 10-12 പുസ്തകങ്ങളാണ് പഠിക്കുന്നത്. രാപ്പകൽ തന്നെ പഠിച്ച് സാറിൻ്റെ തല്ലും കൊണ്ട് ഇമ്പോസിഷൻ എഴുതി വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് പഠിച്ച് സ്കൂളിൽ പോയി, വൈകുന്നേരം തിരിച്ചു വന്ന് ട്യൂഷന് പോയി, രാത്രി ഇരുന്ന് പഠിച്ച് അപ്പൻ്റെ ചീത്ത കേട്ട് അമ്മയുടെ വഴക്കും ശാസനയും കേട്ട് കളിക്കാൻ പോലും പോകാതെ മൊബൈൽ പോലും കയ്യിലെടുപ്പിക്കാതെ 10ാം ക്ലാസ്സിൽ ഒരു കൊല്ലം പഠിച്ചിട്ട് ചെറുക്കം പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത്രയും പഠിച്ചത്, ഇത്രയും ഉറക്കളച്ചത്, ഇത്രയും കഷ്ടപ്പെട്ടത്, ഇത്രയും മെനക്കെട്ടത്, ട്യൂഷൻ എടുത്തത്, ഇതെല്ലാം ശാസന കേട്ടത്, ഇതെല്ലാം പരീക്ഷ എഴുതി ജയിച്ചെങ്കിലല്ലേ ഗുണാവുള്ളൂ. അവൻ പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ ഒരു കൊല്ലം മെനക്കെട്ടത് അയ്യോ കഷ്ടം. വാസ്തവത്തിൽ ദൈവം തമ്പുരാനെ വിശ്വസിച്ച് കർത്താവിൻ്റെ കൃപയിൽ വന്ന് നമ്മുടെ ഉപവാസത്തോട് ഉപവാസം, പ്രാർത്ഥനയോട് പ്രാർത്ഥന, ആരെ കണ്ടാലും പ്രാർത്ഥിക്കണമേ എന്നുള്ള അഭയാചന, രാത്രി എഴുന്നേറ്റുള്ള പ്രാർത്ഥന, പിന്നെ എന്തൊക്കെയാണ് കർത്താവിൻ്റെ നാമത്തിൽ ദൈവദാസന്മാരില്ലെങ്കിൽ പോലും ഉള്ളതുകൊണ്ട് ഓഹരി കൊടുത്ത് ഇതെല്ലാം ചെയ്തിട്ട് ഈ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ദൈവത്തിൻ്റെ നന്മ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതല്ല ഈ വാക്യത്തിൻ്റെ വിഷയം. വിഷയങ്ങളെ വകതിരിച്ച് പഠിക്കണം. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഹാലിളക്കിയിട്ട് ചോദിക്കാം, അതാണോ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്മയാണോ വലുത്? സാറേ, സ്വർഗം എന്ന വിഷയമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ വാക്യമല്ലേ പറയുന്നത്? സ്വർഗം നിശ്ചയമായിട്ടുണ്ട്, അവിടെ പോകേണ്ട കാര്യങ്ങളുമുണ്ട്. ഈ ലോകത്തിൽ ഒന്നും പ്രാപിച്ചില്ലെങ്കിലും ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിലെ ലാസറിനെ പോലെ നായ്ക്കൾ വ്രണം നക്കി പടിവാരക്കൽ കിടന്നാലും നിത്യതയിലെത്തുമെന്നൊരു സത്യം. പക്ഷെ ഇവിടുത്തെ ഒരു തത്വം പറയുക, നീ ഒരു നന്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? നീ ജീവിതത്തിലൊരു ഉയർച്ച പ്രതീക്ഷിക്കുന്നുണ്ടോ? നിൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് സമാധാനപൂർണമായൊരു ജീവിതം പ്രതീക്ഷിക്കുന്നുണ്ടോ? നീ ഈ ലോകത്തിൽ സ്വസ്ഥത അനുഭവിച്ച് സമാധാനത്തോടെ കടം മേടിച്ചും കഷ്ടപ്പെട്ടും തിരിമറി നടത്തി എന്നും കരിങ്കല്ല് ചുമന്നുകൊണ്ട് നടക്കുന്നവനെ പോലെ നെഞ്ചത്തകത്ത് എന്തോ ഒരു ഹെവിനെസ്, ഭയങ്കര ഭാരം ചുമന്ന് ഇങ്ങനെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി സമാധാനമായി സ്വന്തം ഒരു വീട്ടിൽ
കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കൊച്ചുമക്കളെയും വളർത്തി ദൈവത്തെ വിളിച്ച് ടെൻഷനില്ലാതെ ദൈവത്തെ സേവിച്ചിട്ട് ദൈവം എന്നെ മാനിച്ചു എന്ന് പറഞ്ഞ് ഈ ലോകത്തുനിന്ന് പോകാൻ ഒരാഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിള്ളേർക്ക് കടവും വരുത്തി വെച്ച് ഈ 90 കൊല്ലം ജീവിച്ചിട്ട് കാശിനും ഗുണമില്ലാതെ ആർക്കും ഗുണമില്ലാതെ മരിക്കാനാണെങ്കിൽ മരിച്ചു. അതല്ല, ഈ കഷ്ടങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ഞാൻ വരുത്തി വെച്ച നഷ്ടവും കഷ്ടമൊക്കെ നികത്തി എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭാരമാകാതെ, എൻ്റെ ജീവിത പങ്കാളിക്ക് നാണക്കേടുണ്ടാക്കാതെ, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു കുരിശാകാതെ, എന്നെ സ്നേഹിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എല്ലാം ഞാൻ സ്തോത്രം പറയാൻ അവസരം കൊടുത്തുകൊണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് അവർ രക്ഷപ്പെട്ടല്ലോ, ദൈവത്തിന് നന്ദി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ അത് തന്നെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം, ഒരു ഗുണമില്ല. വിശ്വസിക്കുന്നില്ല, കണ്ടവരോടെല്ലാം അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അയ്യോ കഷ്ടം. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ നന്മ കാണും, എനിക്കൊരവസരം തരും. ഇന്നത്തെ പരാജയങ്ങളൊക്കെ മാറും. ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ല, എൻ്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം കാര്യങ്ങൾ നീങ്ങിയില്ല, ഞാൻ പരീക്ഷ എഴുതിയിട്ട് ഞാൻ ജയിച്ചൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് ഞാൻ തീർന്നെന്നും ഞാൻ അവസാനിച്ചെന്നും ഞാൻ ഇനി ഒരു നന്മയും കാണത്തില്ലെന്നും ഞാൻ വട്ടപ്പൂജ്യമായെന്നും അങ്ങനെയൊന്നും പറയരുത്. എന്തൊക്കെ സാഹചര്യങ്ങൾ മോശമാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ കർത്താവിന് പ്രിയമുള്ളവരായതുകൊണ്ട്, ഞാൻ ഈ ജീവനുള്ളവരുടെ ദേശത്ത് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ നന്മ കാണും. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കും. സാഹചര്യം എനിക്കെതിരെ കൊടി പിടിച്ച് പന്തം കൊളുത്തിയാലും ഞാൻ വിശ്വസിക്കും, ഇതിനപ്പുറം എൻ്റെ ദൈവത്തിൻ്റെ നന്മ കാണും ഞാൻ. അങ്ങനെ തന്നെ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നല്ലാതെ പിന്നെ എന്തോ പറയാൻ. ഞാൻ പ്രാർത്ഥിക്കട്ടെ, അങ്ങനെ തന്നെ വിശ്വസിക്കണം കേട്ടോ. നന്മ കാണും, വഴിയൊരുക്കും. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറും. ഒരു ഇൻ്റർവ്യൂവിനോ ഒരു ടെസ്റ്റിനൊക്കെ പരാജയപ്പെട്ടാലും അതുകൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല, നിങ്ങളുടെ ജീവിതം തീരത്തുമില്ല. ഇനിയും അവസരങ്ങൾ നിങ്ങളെ തേടി വരും. വേറൊരു വഴിയിലൂടെ, വേറൊരു രൂപത്തിൽ, വേറൊരു വാതിലിലൂടെ. കാത്തിരുന്നോ, ദൈവം അത് ചെയ്യും. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി. ഈ വചനങ്ങളൊക്കെ ഇത്ര കർക്കശമായി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഇവരെ നിറയ്ക്കണം, ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കണം. എന്നെ കേട്ട എല്ലാവരും എന്തു വിശ്വസിക്കണമെന്നവർ തീരുമാനിക്കട്ടെ. സാഹചര്യങ്ങളെ വകഞ്ഞു മാറ്റിയിട്ട് വിശ്വാസത്തെ പുറത്തു കൊണ്ടുവരട്ടെ. ദൈവം അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.